ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ ദേശീയ പ്രസ്ഥാനവും കേരളവും, നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. അതിൻ്റെ നമ്മൾ കുറച്ച് പാർട്ടിട്ടാണ്, വലിയ ഒരു ചാപ്റ്ററാണ് കേട്ടോ. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാവും നിങ്ങളെ ഈ 8ാമത്തെ ചാപ്റ്റർ കേട്ടോ. പഠിച്ചാലും തീരാത്ത പോലെ ഒരുപാട് പേരെ കുറിച്ചും ഒരുപാട് ഡേറ്റുകളും ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. അതുകൊണ്ട് വളരെ കുറച്ച് കേട്ടോ. ആദ്യത്തെ കുറച്ചെന്ന് വെച്ചാൽ 1 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യനുകൾ ഞാൻ തരാം കുഞ്ഞുങ്ങളെ. 1 മാർക്കിൻ്റെ എന്ന് വെച്ചാൽ അത് ആദ്യമേ അങ്ങ് പഠിക്കണം കേട്ടോ. ഈ സോഷ്യൽ എന്നൊക്കെ കേൾക്കുമ്പോൾ മടിയുള്ള കുറേ ഉണ്ടല്ലോ, അയ്യോ ഇതെല്ലാം കൂടെ എങ്ങനെ പഠിക്കും, എപ്പോൾ പഠിക്കും എന്നൊക്കെയുള്ള മടിയുള്ള കുറേ, പ്രത്യേകിച്ച് കമൻറ്റിൽ കാണുന്നുണ്ട് ഇതൊന്ന് കുറച്ച് തരാമോ, അല്ലേ കുറച്ച് നോട്ട് തരൂ ഇത് എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം 1 വേർഡുകൾ ആദ്യമേ അങ്ങ് വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നെയിം ദ ട്രീറ്റി ബൈ വിച്ച് ദ ബ്രിട്ടീഷ് ഗോട്ട് മലബാർ. അതായത് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ ലഭിച്ച ഉടമ്പടി ഏതാണ്? നെയിം ദ ട്രീറ്റി ബൈ വിച്ച് ദ ബ്രിട്ടീഷ് ഗോട്ട് മലബാർ. ഏതാണ്? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമാണ് കേട്ടോ. ശ്രീരംഗപട്ടണം ഉടമ്പടി. ഹൂ ലെഡ് ദ വില്ലുവണ്ടി സമരം കേട്ടോ. ആ പേരൊക്കെ നോക്കണേ നിങ്ങൾ കേട്ടോ. വില്ലുവണ്ടി സമരം കേട്ടോ. ഹൂ ലെഡ് ദ വില്ലുവണ്ടി സ്ട്രൈക്ക്. വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. നെയിം ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദ ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഓരോ നമ്പരും നിങ്ങളിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ കേട്ടോ. അടുത്ത, നെയിം ദ ലീഡർ ഓഫ് ദ കല്ലുമാല സ്ട്രൈക്ക്. ഓരോ സ്ട്രൈക്കും ഇതൊക്കെ വില്ലുവണ്ടി സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. വില്ലുവണ്ടി സമരം, സ്ട്രൈക്ക് എന്ന് വെച്ചാൽ സമരം. വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. പിന്നെ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ AK ഗോപാലനാണ്. കല്ലുമാല സമരം, കല്ലുമാല സ്ട്രൈക്കിൻ്റെ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഹൂ പ്രൊക്ലൈംഡ് ദാറ്റ് ദേ ബിക്കെയിം എൻലൈറ്റൻഡ് ത്രൂ നോളജ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചത് ആരാണ്? വിദ്യ കൊണ്ട്, നോളജ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, എൻലൈറ്റൻഡ് ബിക്കം അല്ലേ. ഹൂ ആരാണ്? പ്രൊക്ലൈംഡ്. ഹൂ പ്രൊക്ലൈംഡ് ദാറ്റ് ദേ ബിക്കെയിം എൻലൈറ്റൻഡ് ത്രൂ നോളജ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നെയിം ദ ഓഥർ ഓഫ് ദ പ്ലേ. എന്നിട്ട് ഈ ഓരോ വാക്ക്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കേട്ടോ. നിങ്ങൾ ഈ ഇംഗ്ലീഷിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും തൊട്ട് താഴെ അതിൻ്റെ മലയാളം കിടപ്പുണ്ട്. നെയിം ദ ഓഥർ ഓഫ് ദ പ്ലേ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? വെൻ ഡിഡ് ദ സ്റ്റേറ്റ് ഓഫ് കേരള കം ഇൻ ടു ബീയിങ്? നവംബർ 1, 1956 നവംബർ 1 കേട്ടോ. 1956 നവംബർ 1. 7 എണ്ണം അങ്ങ് എഴുതിയെടുക്കണേ. 8ാമത്തെ, ഇതെല്ലാം 1 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. 8ാമത്തെ, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആര്? ഹൂ പെർഫോംഡ് ശിവ പ്രതിഷ്ഠ അറ്റ് അരുവിപ്പുറം. സ്ഥലപ്പേരൊക്കെ നോക്കിക്കേ. അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ P. പൽപ്പു. ഹു വാസ് ദ ലീഡർ ഓഫ് ദ മലയാളി മെമ്മോറിയൽ? ആരാണ്? ഡോക്ടർ P. പൽപ്പു. കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി. മെൻഷൻ ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചിയുടെ അല്ലേ. കൊച്ചി. മെൻഷൻ ദ ഫസ്റ്റ് കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചി. കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ നോക്കുമ്പോൾ മലയാളവും കൂടെ നോക്കണേ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര്? ഹൂ പെർഫോംഡ് ദ ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ ഈസ് സൗത്ത് ഇന്ത്യ? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്
പട്ടം താണുപിള്ള കേട്ടോ. പട്ടം THANU എന്നാണ്, താണുപിള്ളை. ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് യുണൈറ്റഡ് കേരള, ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EMS നമ്പൂതിരിപ്പാട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. എന്താ? കീഴരിയൂർ ബോംബ് കേസ്. ഐഡന്റിഫൈ ദ മേജർ ഇൻസിഡൻസ് ഹെൽഡ് ഇൻ കേരള ഇൻ കണക്ഷൻ വിത്ത് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഏതാണെന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസ്. എല്ലാം ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, മലയാളംകാർ മലയാളം എഴുതിയെടുക്കുക. 14 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 15. ഈഴവ മെമ്മോറിയലിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഈഴവ മെമ്മോറിയലിൻ്റെ ആവശ്യം എന്തായിരുന്നു? വാട്ട് വാസ് ദ ഡിമാൻഡ് ഓഫ് ദ ഈഴവ മെമ്മോറിയൽ? ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി ഇൻ ഗവൺമെൻറ് സർവീസ്. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണം എന്നതാണ്. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണം എന്നതാണ്. എന്നാൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ഓരോന്നും ഓരോ വരിയേ ഉള്ളൂ. ആ ഓരോ വരിക്ക് ഓരോ മാർഗ്ഗം, ചിലപ്പോൾ 1 മാർഗ്ഗമായിരിക്കാം, ചിലപ്പോൾ 2 മാർഗ്ഗമായിരിക്കാം കേട്ടോ. നിവർത്തന പ്രക്ഷോഭം കേട്ടോ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മെൻഷൻ ദ എയിം ഓഫ് ദ ആബ്സ്റ്റൻഷൻ. ABSTENTION കേട്ടോ. ആബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ് ജോബ് ആൻഡ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി വാസ് ദ എയിം ഓഫ് ദ അറ്റൻഷൻ മൂവ്മെന്റ്. വായിക്കാൻ അറിയണമെങ്കിൽ കേട്ടോ. സർക്കാർ ഉദ്യോഗങ്ങളിലും, ഗവൺമെൻറ് ജോബ്, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്നതായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം. അത് ഒരു 2-3 മാർക്കിനൊക്കെ അത് ചോദിക്കാൻ പറ്റുന്ന കേട്ടോ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലുമൊക്കെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണമെന്നതായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യം. മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം വ്യക്തമാക്കുക കേട്ടോ. ലൂസ് ഡേറ്റ്സ് ദ ഡിമാൻഡ് ഓഫ് ദ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം എന്തായിരുന്നു? ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ട്രാവൻകൂർ ഇൻ ഗവൺമെൻറ് ജോബ് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ ഈ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്നുള്ളതാണ് കേട്ടോ. മലയാളി മെമ്മോറിൻ്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ്. എല്ലാം ഓരോ വരിയേ ഉള്ളേ, അത് മനസ്സിലാക്കണേ. അടുത്തത് 18. വാട്ട് ആർ ദ ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ പഴശ്ശി എഗെയിൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തെല്ലാം? ഇത് ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തെല്ലാം? 1. ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്. താവളം അദ്ദേഹം ആ പഴശ്ശിയെക്കുറിച്ച് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ആദ്യമേ എന്ത് ചെയ്തു? അദ്ദേഹം അവിടുന്ന് മാറിയിട്ട് വയനാട്ടിലോട്ട് താമസം മാറ്റി അല്ലേ. ദ ലോക്കൽ പീപ്പിൾസ് വാസ് ആഡഡ്. എന്നിട്ട് തദ്ദേശീയ ജനവിഭാഗങ്ങളെയൊക്കെ അദ്ദേഹം കൂടെ ചേർത്തു. ഗറില്ല വാർഫെയർ വാസ് വാഗഡ്. ഒളിപ്പോര് നടത്തി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വയനാട് എന്നിട്ട് അവിടെ നിന്ന് ഒളിപ്പോർ നടത്തി എന്നാണ്. അടുത്ത എക്സാമിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കുറിച്യർ റെബലിയൻ. കുറിച്യർ കലാപത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എഴുതാൻ. കുറിച്യർ റെബലിയൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് പോളിസീസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എവിക്ഷൻ ഓഫ് ലാൻഡ് ലോഡ്സ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ഒരൊറ്റ വരി എഴുതിയാൽ മതി കേട്ടോ. അതായത് ഈ ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ചെറിയ ഭൂമികൾ, അത് ബ്രിട്ടീഷുകാർ ആദ്യമേ അങ്ങ് പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ ഈ ഗോത്ര ജനതയെ അവർ അനുവദിച്ചിരുന്നില്ല. നികുതിയായിട്ട് അവർ സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെടാൻ തുടങ്ങി.
ഇതൊക്കെയാണ് കുറിച്യർ കലാപത്തിൻ്റെ കാരണം തന്നെ കേട്ടോ. ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികളെല്ലാം ബ്രിട്ടീഷുകാരങ്ങ് പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ ഗോത്ര ജനതയെ അനുവദിച്ചിരുന്നില്ല. നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം അവർ പണം ആവശ്യപ്പെട്ടു എന്നതാണ് കേട്ടോ. അടുത്ത തിരുവിതാംകൂർ. ഇനി ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് മാച്ച് ദ ഫോളോയിങ്ങിനോ കേട്ടോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. തിരുവിതാംകൂർ മുസ്ലിം മഹാരാജസഭ, ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ, ജനസഭയാണോ ജനസഭയാണോ അല്ലയോ? അത് ഏതാ കുഞ്ഞുങ്ങളെ? ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഏതാണ് അത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇത് തിരിച്ച് മറിച്ചു വിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കണം. സാധുജന പരിപാലന സംഘം നടത്തിയത് അയ്യങ്കാളിയാണ്. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭനാണ്. അരയ സമാജം, ആര്യ സമാജം എന്നല്ലേ കേട്ടോ, മിക്കവരും ഇത് ആര്യ എന്നാണ് പറഞ്ഞത് കേട്ടോ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടോ. അരയ സമാജമാണ് കേട്ടോ. അരയ സമാജം KP കറുപ്പനാണ്. അടുത്തത് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. പിന്നെ ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കറക്റ്റായിട്ട് അങ്ങ് പഠിക്കണം കേട്ടോ. ഓരോരുത്തരും എന്താണെന്ന്. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജസഭ എന്ന് വെച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സാധുജന പരിപാലന സംഘം എന്ന് വെച്ചാൽ അയ്യങ്കാളിയാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. അരയ സമാജം എന്ന് വെച്ചാൽ KP കറുപ്പനാണ്. യോഗക്ഷേമ സഭ എന്ന് വെച്ചാൽ VT ഭട്ടതിരിപ്പാടാണ്. പിന്നെ ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ, വാഗ്ഭടാനന്ദൻ. അപ്പോൾ 20 നല്ലതുപോലെ അങ്ങ് പഠിക്കുക. 21ാമത്തത് വെൻ ദ പഴശ്ശിരാജ അസാസിനേറ്റഡ്. പഴശ്ശിരാജയെ വധിക്കപ്പെട്ടത് എന്നാണ്? ഇതെല്ലാം ഒരു മാർഗിൻ്റെയാണേ. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നാ കുഞ്ഞുങ്ങളെ? വെൻ ദ പഴശ്ശിരാജ അസാസിനേറ്റഡ്. ഏതാ? നവംബർ 30, 1805 കേട്ടോ. നവംബർ 30-നാണ്. അത് അറിയണേ. വേർ വാസ് പഴശ്ശിരാജ കിൽഡ് ബൈ ദ ബ്രിട്ടീഷ്. ഈ പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വധിച്ചത് ഇവിടെ വെച്ചാണ്. പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വധിച്ചത് എവിടെ വെച്ചാണ്? വയനാട്ടിലെ മാവിലാം തോടിന് വയനാട്ടിലെ മാവിലാം തോട് വെച്ചാണ് നമ്മുടെ പഴശ്ശിരാജയെ ടിപ്പുകാരെ വധിച്ചത് കേട്ടോ. വെൻ വാസ് ദ ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു സുൽത്താൻ ആൻഡ് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ്? മാർച്ച് 18, 1792-ലാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. An important event that took place in Kerala related to the Quit India movement. ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്നാ നിങ്ങളെ? 1942 കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. An important event that took place in Kerala related to the Quit India movement. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ 1942 നവംബർ 17-നായിരുന്നു ഇത് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിലായിരുന്നു. അതുകൊണ്ടാണ് ഇത് കീഴരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെട്ടത് തന്നെ കേട്ടോ. ആ സ്ഥലത്തായതുകൊണ്ടാണ്. എന്നായിരുന്നു? 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതും ആ വർഷമാണ് 1942. കേരളത്തിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തെക്കുറിച്ച് എഴുതാനും ഞാൻ ഈ ടെസ്റ്റ് മൊത്തത്തിലുള്ളത് ചുരുക്കി എഴുതിയേക്കോ കേട്ടോ. ടെസ്റ്റ് അതുപോലെ എഴുതാനേ. കാരണം നിങ്ങൾ ഈ സോഷ്യൽ എപ്പോഴും ടെസ്റ്റ് നോക്കി പഠിക്കുക. കാരണം ടെസ്റ്റ് നല്ലതുപോലെ നിങ്ങൾ ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മലയാളം മീഡിയത്തിൻ്റെ അടുത്ത് ആ ടെസ്റ്റ് ഒന്നും മേടിക്കണം കുഞ്ഞുങ്ങളെ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇത് ഒരു കഥ പോലെയാണ്. കഥ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇതെല്ലാം മനസ്സിലാവും. പഴശ്ശിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഒരു മൊത്തവും കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ പോയിന്റുകൾ നിങ്ങൾക്ക് ആ മലയാളത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ ഉപയോഗമാകും കേട്ടോ. കേരളത്തിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തെക്കുറിച്ചൊന്ന് എഴുതാൻ. നമ്മുടെ തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി എന്നൊറ്റ വാക്കാട്ടോ. ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. എന്താ നിങ്ങളെ? തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ
കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. പക്ഷെ ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി അവിടെ. ഇതിനെതിരെ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചതിനെതിരെ 1936 ജനങ്ങളെല്ലാം കൂടി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി. പക്ഷെ സമരത്തെ ഈ ഗവൺമെൻറ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി എന്ന എന്നാണ് ഇലക്ട്രിസിറ്റി സമരത്തെക്കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ എഴുതും? ഇലക്ട്രിസിറ്റി സമരം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക്. നോക്കൂ ഇവിടെ ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക് നോക്കിയേ. ദ ദിവാൻ ഓഫ് കൊച്ചി RK ആരാന്ന് നോക്കിയേ? ഷൺമുഖൻ ചെട്ടി എഴുതുന്നുണ്ടോ? കണ്ടോ? ഷൺമുഖം ചെട്ടി അല്ലേ? ഡിസൈഡഡ് ടു ഹാൻഡ് ഓവർ ദ ഇലക്ട്രിസിറ്റി സപ്ലൈ ഓഫ് തൃശ്ശൂർ ടു ദ പ്രൈവറ്റ് കമ്പനി. There took a popular uprising against it 1936. Although the government suppressed the protest, the strike held mobilized people to the forefront of the protest. കേട്ടോ, മലയാളം കേട്ടായിരുന്നല്ലോ. ഇനി പ്രധാനപ്പെട്ടയാവും നിങ്ങൾ ഏതാ? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും തമ്മിലുള്ള എന്താണെന്ന് കേട്ടോ. അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട്. ഇത് 3 വരിയേ ഉള്ളൂ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഴുതാനൊരു 3 വരി നോക്കിയേ. ഡിമാൻഡ് ഫോർ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ട്രാവൻകൂർ ഇൻ ഗവൺമെൻറ് ജോബ് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മാത്രം മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യമായിരുന്നു. എന്താ ഞങ്ങളെ? തിരുവിതാംകൂറിലെ സർക്കാർ ജോലി ഉണ്ടല്ലോ, തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ ആ തിരുവിതാംകൂറുകാർക്ക് മാത്രം മതിയായ പ്രാതിനിധ്യം വേണമെന്നായിരുന്നു അവരുടെ അവകാശം. പിന്നെയോ on 1st January 1891 a petition signed by the people was submitted to the Maharaja starting this demand. 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം വഹിച്ചത് JP പിള്ളയാണ്. 3 വരിയേ ഉള്ളൂ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ. ഇനി അതുപോലെയുണ്ട് ഈഴവ മെമ്മോറിയൽ. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഡിമാൻഡ് ആഡിക്കേറ്റിനെ കുറിച്ച്, 2 പെറ്റീഷനെ കുറിച്ച്, 3 ഇതാരാണ് നേതൃത്വം കൊടുത്തത്? ലീഡർ. നോക്കിയേ. ഡിമാൻഡ് ഫോർ ആഡിക്കേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി ഇൻ ഗവൺമെൻറ് സർവീസ്. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം. 1896 മറ്റേത് 1891 അവർക്ക് ശേഷമാണ് ഇവര് അല്ലേ. 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. മറ്റേതെന്താ? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മാത്രം പ്രാതിനിധ്യം കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അവരെന്തൊട്ട് ചെയ്തു? 1891 ജനുവരി 1 ഇത് ജനങ്ങളെ കൊണ്ടെല്ലാം കൂടെ ഒപ്പിടിപ്പിച്ചിട്ട് രാജാവിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. ഇതിന് നേതൃത്വം വഹിച്ചത് JP പിള്ളയായിരുന്നു. ഇവിടോ ഇതുപോലെ തന്നെ സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മുൻതൂക്കം കൊടുക്കണമെന്ന ആവശ്യവുമായിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒപ്പിട്ടതിന് ശേഷം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം കൊടുത്ത ലീഡർ ആരായിരുന്നു? ഡോക്ടർ P പൽപ്പു ആയിരുന്നു കേട്ടോ. പപ്പു അല്ല, പൽപ്പു ആണ്. അത് ഓർക്കണേ കേട്ടോ. 3 സെപ്റ്റംബർ 3 1896 പെറ്റീഷൻ സൈൻഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ ഈഴവ കമ്മ്യൂണിറ്റി ബൈ സബ്മിറ്റഡ് ടു ദ മഹാരാജ കേട്ടോ. ഇതിന് ലീഡർ ആരായിരുന്നു? ഡോക്ടർ P പൽപ്പു ആണ് കേട്ടോ. അപ്പം മലയാളി മെമ്മോറിയലിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് JP പിള്ളയാണ് നേതൃത്വം വഹിച്ചത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ P പൽപ്പു ആണ് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണേ. 27 എണ്ണമായി. അടുത്ത 28ാമത്തെ ചോദ്യം. ഹു വാസ് ദ എഡിറ്റർ ഓഫ് ദ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ഓൺഡ് ബൈ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി? ഏതാണ്? അതായത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു എന്നാ? ആരൊക്കെയായിരുന്നു പത്രാധിപർ? അവിടെ രാമകൃഷ്ണ പിള്ള. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ്? ഇൻ വിച്ച് ഇയർ വാസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1934 1934 ഹു ലെഡ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ നയിച്ചത് ലീഡ് ചെയ്തത് ആരെല്ലാമായിരുന്നു അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പി കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നീ 3 പേരായിരുന്നു കേട്ടോ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ നയിച്ചത് ആരെല്ലാം? ഹു ലെഡ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അടുത്ത, ഇൻ വിച്ച് ഇയർ വാസ് ദ പുന്നപ്ര വയലാർ സ്ട്രഗിള്? പുന്നപ്ര വയലാർ സമരം നടന്നത് എന്ന്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാ. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ഈ പുന്നപ്ര വയലാർ സമരം എന്തിനു വേണ്ടിയാണ് നടത്തിയത്? ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു? തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരായും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു പുന്നപ്ര വയലാർ സമരം നടത്തിയത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരായും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു പുന്നപ്ര വയലാർ സമരം നടത്തിയത്. Why was the Punnapra Vayalar struggle held? The struggle was against the tyranny of CP Ramaswamy Iyer, the Diwan of Travancore, and for the establishment of responsible government. ഒരു വരി, ആ ഒരൊറ്റ വരി എഴുതിയാൽ മതി കേട്ടോ. 33 ആയിട്ടുണ്ട്. 34 കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റത് 1957 ഏപ്രിൽ 5 ആരുടെ നേതൃത്വത്തിലായിരുന്നു? കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റത് 1957. അത് ഏപ്രിൽ 5 ഇത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് EMS നമ്പൂതിരിപ്പാട്. Under whose leadership did the first ministry after the formation of Kerala state assumed power in Kerala on 5th April 1957? EMS നമ്പൂതിരിപ്പാട്. കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കൊച്ചി തിരുവിതാംകൂർ, 2 കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ട കല്ല്. ഇത് 2 അതിർത്തിയായിട്ട് ഒരു കല്ല് സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ പേര് കൊതിക്കല്ല് എന്നാണ് കേട്ടോ. ദ സ്റ്റോൺ പ്ലേസ്ഡ് ഓൺ ദ ബോർഡർ ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ ആർ നോൺ ആസ് ഏതാണ്? കൊതിക്കല്ല് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ, കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിലാണ് നമ്മുടെ പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 കുറിച്യർ കലാപം 1812 വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 തുടങ്ങിയായിരുന്നു. പക്ഷെ 1925 നവംബർ 23 ആയപ്പോൾ ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിലുള്ള റോഡുകൾ തുറന്നു കൊടുത്തായിരുന്നു അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് വെച്ചാൽ 1931 നവംബർ 31 ആരംഭിച്ചത്. അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹം എന്ന് വെച്ചാൽ 1947 മുതൽ 48 വരെയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് വെച്ചാൽ 1942 ഓഗസ്റ്റ് 9 നിവർത്തന പ്രക്ഷോഭം 1932 കേട്ടോ. ഇതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാം 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയ എത്ര എണ്ണമാണ്? 35, ഇതൊരു 10. അപ്പം 45 ക്വസ്റ്റ്യനോളം വരുന്നുണ്ട്. ഇനി 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നത് നോക്കൂ കുഞ്ഞുങ്ങളെ, കുളച്ചൽ യുദ്ധം നടന്നത് എന്ന്. ഞാൻ നോട്ട് പാർട്ട് 1 ഇട്ടതാണ്. അഥവാ കിട്ടാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ, കാരണം ഫുൾ ചാപ്റ്ററാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കണ്ടേ. അപ്പോൾ ഇത് കിട്ടാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ ഇത് ഞാൻ എളുപ്പം വായിച്ചു പോകുന്നുണ്ട്. നിങ്ങളിത് പോസ് ചെയ്ത് എഴുതിയെടുക്കണം കേട്ടോ. കുളച്ചൽ യുദ്ധം നടന്നതെന്ന് 1741. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ടേക്ക് പ്ലേസ്? 1741. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏത്? വിച്ച് റീജിയൻസ് ഓഫ് കേരള വാസ് അണ്ടർ ദ ഡയറക്റ്റ് റൂൾ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? മലബാർ പ്രദേശമാണ്, മലബാർ റീജിയൻ.
ഇനി കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് ബോൺ മെമ്പർ ഓഫ് ദ കോട്ടയം റോയൽ ഫാമിലി ഇൻ നോർത്തേൺ മലബാർ. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമാണ് നമ്മുടെ പഴശ്ശിരാജ. ഏർലി പീരീഡ്, അതായത് സപ്പോർട്ടഡ് ദ ബ്രിട്ടീഷ് എഗെയിൻസ്റ്റ് ദ മൈസൂർ റൂളേഴ്സ്. ആദ്യകാലം എന്ന് വെച്ചാൽ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നവർ തങ്ങൾ ഏതെന്നറിയോ? ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശിരാജ ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഇൻ കോട്ടയം. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നമ്മുടെ പഴശ്ശിക്ക് നൽകാമെന്ന് ആരാണ്? ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ എന്താണ്, 1772 ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം മലബാർ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1772 ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. ആഫ്റ്റർ ദ ട്രീറ്റി, ഉടമ്പടിക്ക് ശേഷം ദ ബ്രിട്ടീഷ് ഗേവ് ടാക്സ് കളക്ഷൻസ് റൈറ്റ് ടു വീരവർമ്മ പഴശ്ശിരാജ അങ്കിൾ. അതായത് നികുതി പിരിക്കാനുള്ള അധികാരം കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയാണ് ഏൽപ്പിച്ചത്. കേട്ടോ. പ്രൊട്ടസ്റ്റ്, പഴശ്ശിരാജ ഒപ്പോസ്ഡ് ദീസ് ഡിസിഷൻസ് ആൻഡ് അർജ്ഡ് ദ പീപ്പിൾ നോട്ട് ടു പേ ടാക്സ്. പ്രതിഷേധം, അതായത് ഇത്ര പഴശ്ശിരാജയെയാണ് എന്ത് കുഞ്ഞുങ്ങളെ കോട്ടയം ജില്ലയിലെ എല്ലാ ടാക്സും കളക്ട് ചെയ്തുകൊണ്ട് വരാൻ നമ്മുടെ ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ചത്. പക്ഷേ തൽക്കാല സമയമായപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ റിലേറ്റീവായ കുറുമ്പ്രനാട് രാജാവിന് അദ്ദേഹം പോയി പിരിച്ചുകൊണ്ട് വരാൻ ഏൽപ്പിക്കുന്നു. ഇത് പഴശ്ശി അറിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെയുള്ള നാട്ടുകാരടുത്തെല്ലാം എന്ത് പറയുന്നു? നിങ്ങൾ ഒരു കാരണവശാലും ജനങ്ങൾ നികുതി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ റിസൾട്ടോ കോൺഫ്ലിക്റ്റ് ബിഗെയിൻ ബിറ്റ്വീൻ പഴശ്ശിരാജ ആൻഡ് ദ ബ്രിട്ടീഷ്. അങ്ങനെ എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാരും നമ്മുടെ പഴശ്ശിയും തങ്ങളിൽ ഭയങ്കര ശത്രുതയാവുന്നതായിട്ടാണ്. പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ സംഘർഷം ആരംഭിക്കുന്നു. കേട്ടോ. അങ്ങനെ മിലിറ്ററി സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇവിടെ കുറിച്ച ലീഡർ ആരൊക്കെയാണ്? തലക്കൽ ചന്തു. ആ പേരൊക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ. ആരൊക്കെയാണെന്നുണ്ട്? സൈനിക പിൻബലം നൽകിയ ആൾക്കാരുടെ പേരുണ്ട്. കുറിച്യർ നായക തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച ഇടച്ചേന കുങ്കൻ, കൈതേരി അബു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ പിൻബലം. ഇത് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റിയ സൈനിക പിൻബലം. പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണെന്ന് കേട്ടോ. മിലിറ്ററി സപ്പോർട്ട് ചെയ്ത ആരൊക്കെയായിരുന്നു? കുറിച്യൻ നായകൻ തലക്കൽ ചന്തു, നായർപടയെ നയിച്ച ഇടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവരാണ് പഴശ്ശിയെ ശക്തമായിട്ട് പിൻബലം നൽകിയത്. വാട്ട് ആർ ദ ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് പഴശ്ശി അഡോപ്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തെല്ലാം? ഇത് 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നമ്മുടെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തെല്ലാം? അദ്ദേഹം ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്. താവളം വയനാട്ടിലോട്ട് മാറ്റി. ദ ലോക്കൽ പീപ്പിൾ വെയർ ആഡഡ്. തദ്ദേശ ജനവിഭാഗങ്ങളെയൊക്കെ അദ്ദേഹം കൂടെ ചേർത്തു. ഗറില്ല വാർഫെയർ വാസ് വാഗഡ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒളിപ്പോര് നടത്തിയെന്നാണ് കേട്ടോ. ഈ 3 പോയിന്റ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. പഴശ്ശിക്ക് സൈനിക പിൻബലം നൽകിയവർ ആരെല്ലാമാണ്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? ആരൊക്കെയാ? ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. കുറിച്യ നായൻ തലക്കൽ ചന്തു, നായർപടയെ നയിച്ച ഇടച്ചേന കുങ്കൻ, കൈതേരി അബു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ. ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. ഇംഗ്ലീഷ് വായിക്കാൻ മനസ്സിലാവാത്തവരാ മലയാളം നോക്കി പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷിന്റെ സ്പെല്ലിങ്ങും പഠിക്കണേ. ഓക്കെ, അടുത്തത് വാട്ട് വെയർ ദ വേരിയസ് മെഷേഴ്സ് ദ ബ്രിട്ടീഷ് ടുക്ക് എഗെയിൻസ്റ്റ് പഴശ്ശി? ഈ പഴശ്ശിക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികൾ എന്തെല്ലാമാണ്? പഴശ്ശിക്കെതിരെ ബ്രിട്ടീഷുകാർ കൈകൊണ്ട നടപടികൾ എന്താണെന്നറിയോ? മിലിറ്ററി ക്യാമ്പ് വെയർ സെറ്റപ്പ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ്. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഈ ബ്രിട്ടീഷുകാർ ഒരുക്കി. എന്നിട്ടോ ന്യൂ റോഡ്സ് വെയർ ബിൽറ്റ്. പുതിയ റോഡുകൾ നിർമ്മിച്ചു. റൈസ് സപ്ലൈ ടു വയനാട് വാസ് കട്ട് ഓഫ്. വയനാട്ടിലേക്കുള്ള അരി എത്തിക്കുന്നതെല്ലാം തടഞ്ഞു. വയനാട്ടിലാണല്ലോ പഴശ്ശി ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള അരി എത്തിക്കുന്നതെല്ലാം എന്ത് ചെയ്തു? തടഞ്ഞു. ഈ 3 ഒരെണ്ണമുണ്ട്. ദ റിവാർഡ് വാസ് അനൗൺസ്ഡ് ഫോർ ദോസ് ഹു നാബ് ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ റിബലിയൻ. അതായത് കലാപത്തിൽ പങ്കെടുക്കുന്നവരെയൊക്കെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചു. ഈ പഴശ്ശിയുമായിട്ട് ഒത്തുചേർന്നിട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ, കലാപത്തിൽ അതിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. പഴശ്ശിയെ വധിക്കപ്പെട്ടത് എന്നാണ്? പഴശ്ശി അസാസിനേറ്റഡ് എന്നാണ് കുഞ്ഞുങ്ങളെ പഴശ്ശി വധിക്കപ്പെട്ടത് 1805 നവംബർ 30-നാണ്. പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വധിച്ചത് എവിടെ വെച്ചാണ്? വയനാട്ടിലെ മാവിലാം തോട്.
മാവിലാം തോടിന് വയനാട്. അത് ഞാൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ്? 18 മാർച്ച് 1792. വെൻ വാസ് ദ ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു സുൽത്താൻ ആൻഡ് ദ ബ്രിട്ടീഷ്? കേട്ടോ, മാർച്ച് 18, 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഏതെല്ലാം? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് കേട്ടോ. വിച്ച് റീജിയൻസ് ഡിഡ് ദ ബ്രിട്ടീഷ് റിസീവ് അണ്ടർ ദീസ് ട്രീറ്റി? മലബാർ ആൻഡ് കൂർഗ്. ഹു വാസ് വേലുത്തമ്പി ദളവ? ഈ വേലുത്തമ്പി ദളവ പഴശ്ശിയെക്കുറിച്ച് എല്ലാം കഴിഞ്ഞു അടുത്ത ആളാണ് വേലുത്തമ്പി ദളവ. നിങ്ങൾ ആ കഥ നല്ലതുപോലെ വായിച്ച്, നല്ലൊരു കഥയാണ്, അത് വായിച്ച് മനസ്സിലാക്കണം. പഴശ്ശിരാജയാണ് കേട്ടോ. അതുപോലെ ഒരാളാണ് വേലുത്തമ്പി ദളവ. 1805 വേലുത്തമ്പി ദളവ വാസ് ദ ദളവ ഓർ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ട്രാവൻകൂർ റൂളർ ബാലരാമവർമ്മ മഹാരാജ. 1805 തിരുവിതാംകൂർ ഭരണാധികാരി ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. An agreement between the English East India Company and the King of Travancore ended the political independence of Travancore. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും തിരുവിതാംകൂർ രാജാവുമായും ഒപ്പുവെച്ച കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടമായി പോയി. കേട്ടോ, ഓരോ പോയിന്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ കഥ നല്ലപോലെ വായിക്കുന്നവർക്ക് എളുപ്പമാണ്. ദ അഡ്മിനിസ്ട്രേഷൻ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കോളെ. അത് നോക്കണേ, ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കോളെ ഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. മെക്കാളെ, ആ സ്പെല്ലിംഗ് ഉണ്ടോ? MACAULAY എന്നാണ് കേട്ടോ. മെക്കാളെ ഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. മെക്കോളെ ക്യാൻസൽഡ് വേലുത്തമ്പി ഓർഡേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ്, ഇവിടെ വീടു എന്നാണ് എഴുതിയിരിക്കുന്നത്. വേലുത്തമ്പി ഓർഡേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ദ ടാക്സ് ഏരിയാസ് ക്രിയേറ്റിംഗ് ദ ടെൻഷൻസ് ബിറ്റ്വീൻ വേലുത്തമ്പി ആൻഡ് ദ ബ്രിട്ടീഷ്. ഈ വേലുത്തമ്പിയുടെ ഉത്തരവുകൾ റദ്ദാക്കുകയും വേലുത്തമ്പിയുടെ ഉത്തരവുകളൊക്കെ ക്യാൻസൽ ചെയ്യുകയും നികുതി കുടിശ്ശിക അടയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെ സംഘർഷം അവിടെ ആരംഭിച്ചു. വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ ഫോംഡ് എ സീക്രട്ട് അലയൻസ്. വേലുത്തമ്പിയും പാലിയത്തച്ഛനും കൂടി രഹസ്യധാരണയിൽ ഒപ്പുവെച്ചു. എന്നിട്ടോ 1809 ജനുവരി 11 വേലുത്തമ്പി ഇഷ്യൂഡ് ദ കുണ്ടറ പ്രൊക്ലമേഷൻസ് അർജിങ് പീപ്പിൾ ടു പ്രിപ്പയർ ഫോർ ആൻ ആംഡ് സ്ട്രഗിൾസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂളർ. 1809 ജനുവരി 11 വേലുത്തമ്പി കുണ്ടറ വിളംബരം പ്രസിദ്ധീകരിച്ചു. കുണ്ടറ വിളംബരം മുമ്പ് 1 മാർക്കിന് പറഞ്ഞതാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധ സമരത്തിന് ജനങ്ങളെ ആഹ്വാനം ചെയ്തു. നിങ്ങൾ ഇനി ആയുധമെടുത്ത് പോരാടുക എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധ സമരത്തിന് ജനങ്ങളെ ആഹ്വാനം ചെയ്തത് ആരാണ്? വേലുത്തമ്പിയാണ് കേട്ടോ. ദ കമ്പൈൻഡ് ആർമി ടു ട്രാവൻകൂർ ആൻഡ് ദ ബ്രിട്ടീഷ് സറൗണ്ടഡ് വേലുത്തമ്പീസ് റെഫ്യൂജ് അറ്റ് മണ്ണടി. To avoid capture, വേലുത്തമ്പി കമ്മിറ്റഡ് സൂയിസൈഡ് ചൂസിങ് ഡെത്ത് ഓവർ സറണ്ടർ. അതായത് തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം മണ്ണടിയിലെ വേലുത്തമ്പിയുടെ ഭവനം വളഞ്ഞു. വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ വേലുത്തമ്പി എന്ത് ചെയ്തു? സ്വയം ജീവനെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനെയും കഴിഞ്ഞു. കുണ്ടറ വിളംബരം എന്നാൽ എന്താണ്? വാട്ട് ഈസ് കുണ്ടറ പ്രൊക്ലമേഷൻസ്? 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങുവാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെട്ടു. ഓൺ 11 ജനുവരി 1809 വേലുത്തമ്പി issued a proclamation at Kundra in Travancore, calling on the people to prepare for an armed struggles against the British dominance. This proclamation is known as the Kundra Proclamations. പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? വാട്ട് സർക്കംസ്റ്റൻസ് പ്രോംപ്റ്റഡ് പാലിയത്തച്ഛൻസ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ പാലിയത്തച്ഛൻ എതിർത്തിരുന്നു. പക്ഷെ അതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് ഈ മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമായി. തുടർന്ന് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായിട്ട് ചേർന്ന് ഈ പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചു.
ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. ഓക്കെ ആണോ? ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ആവും നിങ്ങൾ കേട്ടോ. പാലിയത്തച്ചൻ had opposed the interference of the British residents Macaulay in the internal affairs of Kochi. Besides, Macaulay gave shelter to an enemy of Paliyatachans which worsened the situation. The Paliyatachans joined hands with Veluthambi and launched a struggle against the British. Although he resisted strongly, he was eventually exiled to Madras by the British. ഇവിടെ ടെസ്റ്റ് കിടപ്പുണ്ടത് കേട്ടോ. ഓക്കെ, ആരാവുഞ്ഞോളെ പാലിയത്തച്ചൻ എന്ന് വെച്ചാൽ എന്താണ്? കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് ഈ പാലിയത്തച്ചൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഈ പാലിയത്തച്ചൻ നമ്മൾ പറഞ്ഞല്ലോ, കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ചൻ എന്ന് വിളിച്ചിരുന്നത്. ഈ പാലിയത്തച്ചന്മാര് കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വരെ വഹിച്ചു പോന്നിരുന്നു കേട്ടോ. ഓക്കെ, കുറിച്യരെയും കുറുമ്പ്രയെയും ബ്രിട്ടീഷുകാർ ശത്രുക്കളായി കണ്ടത് എന്തുകൊണ്ടാണ്? കുറിച്യരെയും കുറുമ്പ്രയെയും ബ്രിട്ടീഷുകാർ ശത്രുക്കളായി കണ്ടത് എന്തുകൊണ്ട്? വൈ ഡിഡ് ദ ബ്രിട്ടീഷ് കൺസിഡർ ദ കുറിച്യാസ് ആൻഡ് കുറുമ്പാസ് ആസ് എനിമീസ്? പഴശ്ശിയും ബ്രിട്ടീഷുകാരുമായുള്ള കലാപത്തിൽ അവർ പഴശ്ശിയെ പിന്തുണച്ചതുകൊണ്ടാണ്. ബിക്കോസ് ദേ സപ്പോർട്ടഡ് പഴശ്ശി ഇൻ ദ റെബലിയൻ ബിറ്റ്വീൻ പഴശ്ശി ആൻഡ് ദ ബ്രിട്ടീഷ്. കുറിച്യ കലാപം ആരംഭിച്ചത് എന്നാണ്? 1812. വെൻ ഡിഡ് ദ കുറിച്യ റെബലിയൻ സ്റ്റാർട്ട്? 1812. ഹൂ വാസ് ദ ലീഡർ ഓഫ് ദ കുറിച്യ റെബലിയൻ? കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? ആരാ? രാമനമ്പി. ഈ രാമമൂപ്പൻ എന്നാണ് അവിടെ ഉള്ളവരെ രാമനമ്പിയെ രാമമൂപ്പൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്? എന്തൊക്കെയാണ് അവർ പഴശ്ശിക്ക് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ഈ ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ് ഇവരോട് ചെയ്തിരുന്നത്? നോക്കിയേ. ദ ട്രൈബൽ പീപ്പിൾസ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് വെയർ സീസ്ഡ്. ഈ ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികളെല്ലാം ഇവരങ്ങ് പിടിച്ചെടുത്ത ആദ്യമേ. പിന്നോ ദേ വർ നോട്ട് അലൗഡ് ടു കണ്ടിന്യൂ ദർ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഫാമിംഗ്. നിങ്ങൾ പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അവരെ അനുവദിച്ചിരുന്നില്ല. ദ ബ്രിട്ടീഷ് ഡിമാൻഡഡ് മണി ഇൻസ്റ്റഡ് ഓഫ് ഗുഡ്സ് ആസ് ടാക്സ്. അതായത് നികുതിയായിട്ട് സാധനങ്ങളൊക്കെ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. അതായത് പറഞ്ഞു, ഈ സാധനങ്ങൾ വേണ്ട, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മതി എന്നവർ ആവശ്യപ്പെട്ടു. ഈ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് എന്തെല്ലാമായിരുന്നു എന്ന് 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, എന്താണ് ഈ കുറിച്യ റെബലിയൻ? അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ. ദ ട്രൈബൽ ഗ്രൂപ്പ് ഇൻ വയനാട്, ദ കുറിച്യർ ആൻഡ് കുറുമ്പർ ഫോർട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ 1812. ദിസ് ഈസ് നോൺ ആസ് ദ കുറിച്യ റെബലിയൻ. 1812 വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളായ കുറിച്യരെയും കുറുമ്പരെയും ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച പോരാട്ടങ്ങളാണ് കുറിച്യ കലാപം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ദ ട്രൈബൽ പീപ്പിൾസ് ഫോർട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ബൈ ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ റൂട്ട്സ് ടു വയനാട് ആൻഡ് ബൈ ഗെയിനിങ് ലോക്കൽ സപ്പോർട്ട്. രാമനമ്പി ഓർ രാമമൂപ്പൻ വാസ് ദെയർ ലീഡർ. They directly attacked the British army stationed at Sultan Batheri and Manandawadi. ഈ സ്ഥലമൊക്കെ ഒന്ന് അറിയണേ. But the British suppressed the Kuruchiyar rebellion by bringing in more soldiers from other places. കേട്ടോ, ഈ ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ട ഈ കാണിച്ചേക്കുന്ന അത്രയേ എഴുതണ്ട കേട്ടോ നിങ്ങളെ. ഇത് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം കേട്ടോ. എന്തുവാ ഈ കുറിച്യ കലാപം അല്ലേ? കുറിച്യ കലാപം എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇത്രയും എഴുതണമെങ്കിൽ വായിക്കാൻ അറിയാമല്ലോ. ഞാൻ വായിച്ചത് കേട്ടോ. ഇനി 1812 നമ്മുടെ വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളായ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച പോരാട്ടങ്ങളാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും സഹായങ്ങൾ നേടിയെടുത്തും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടാൻ തുടങ്ങി. അവരും സാധാരണക്കാരല്ല കേട്ടോ. അവരെയും കൊണ്ട് ആവുന്ന രീതിയിൽ അവരും പോരാടിയിരുന്നു അല്ലേ. രാമനമ്പി അഥവാ നമ്മുടെ രാമമൂപ്പൻ ആയിരുന്നു അവരുടെ നേതാവ്. സുൽത്താൻ ബത്തേരിയിലും
മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാരങ്ങ് അടിച്ചമർത്തി. കേട്ടോ, കൂടുതൽ പട്ടാളക്കാർ ഇവര് വളരെ കുറച്ച് ആൾക്കാരെല്ലാം ഉള്ളൂ. അവരെങ്ങനെങ്കിലും ഒക്കെ കാട്ടിന്ന് വല്ലതൊക്കെ പറിച്ചോ അല്ലെ തേനെടുത്ത് വേറെ ആർക്കെങ്കിലും ഒക്കെ കൊണ്ടു കൊടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ അവർ കഷ്ടപ്പെട്ട് കഴിയുമായിരുന്നു അല്ലേ. അപ്പം ഇവർക്ക് എന്താ ഇരട്ടിയായിട്ട് ഇവരെന്ത് ചെയ്തു, പട്ടാളക്കാരെ ഇറക്കി. കേട്ടോ, ഇറക്കിയിട്ട് എന്ത് ചെയ്തു, ഇതിന് നമ്മുടെ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചിട്ട് ഈ കുറിച്യർ കലാപം ബ്രിട്ടീഷുകാരങ്ങ് അടിച്ചമർത്തി എന്നാണ് പറയുന്നത്. കേട്ടോ, ഓക്കെ ഞങ്ങളെ അടുത്ത 19-ാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായ നിരവധി കലാപങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാം? വാട്ട് വെയർ ദ കോസസ് ഓഫ് ദ മെനി റയോട്ട്സ് that took place in Malabar in the 19th century? 1. ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് പോളിസീസ്. 2. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എവിക്ഷൻസ് ഓഫ് ലാൻഡ് ലോഡ്സ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ആയിരുന്നു. 2 പോയിന്റ് കേട്ടോ, 2 എഴുതിയായി. ഇനി മലബാറിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആരാണ്? വില്യം ലോഗൺ ആണ് കേട്ടോ. ഹു വാസ് ദ മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ഹു ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് സബ്മിറ്റഡ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റഡ് റിപ്പോർട്ട് on the many riot took place in Malabar in 19th century? വില്യം ലോഗൺ ആണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. എന്താ നിങ്ങൾ ഈ മാപ്പിള ലഹള, നമ്മളിപ്പോൾ എന്താ കുറിച്യ കലാപവും കുറേ കലാപങ്ങളെ കുറിച്ച് പഠിച്ചല്ലേ. എന്താ ഈ മാപ്പിള ലഹള? 19-ാം നൂറ്റാണ്ടിൽ നിരവധി കലാപങ്ങൾ മലബാറിലെ വിവിധ ഇടങ്ങളിലുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമായിരുന്നു ഈ കലാപങ്ങൾക്ക് കാരണം. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരെയായിരുന്നു ഈ കലാപങ്ങൾ. ഈ കലാപത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു. അതിനാൽ ഈ കർഷക കലാപത്തിനെ മാപ്പിള ലഹള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കേട്ടോ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമായിരുന്നു ഈ കലാപങ്ങൾക്ക് കാരണം തന്നെ. കേട്ടോ, മനസ്സിലായോ? ഇതിൽ ആരായിരുന്നു? മാപ്പിള മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു ഇതിനകത്തില് പെട്ടുപോയത് കേട്ടോ. അതുകൊണ്ട് അവരെ മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് മാപ്പിള റയോട്ട്സ് എന്ന് വെച്ചാൽ 19th century several revolts broke out in various part of Malabar. The reasons for these the revolt was the British government, the tax policies and the exploitations and evictions of landlords. These the revolt were against the exploitation landlords and the British. Most of the participants in this the revolt were Mapila farmers of South Malabar. Therefore these peasants revolt were Mapila the revolt. കേട്ടോ, ഇനി അടുത്ത ഈ വളരെ പ്രധാനപ്പെട്ടാവും നിങ്ങളെ റെസിസ്റ്റൻസുകളും അവരുടെ സ്ഥലങ്ങളും അവരുടെ സിറ്റുവേഷനുകളും. പഴശ്ശിരാജ ഏതൊക്കെ സ്ഥലത്തെയാണ് നമ്മളിപ്പോൾ കോട്ടയവും വയനാടുമായിരുന്നു നികുതി പിരിക്കാനുള്ള അവകാശം നിഷേധിച്ചതായിരുന്നു അവരുടെ സിറ്റുവേഷൻ. ഇനി വേലുത്തമ്പി ദളവ എന്ന് വെച്ചാൽ ട്രാവൻകൂർ തിരുവിതാംകൂർ ആയിരുന്നു. ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതായിരുന്നു വേലുത്തമ്പി ഇല്ലേ ഇവരുടെ പ്രശ്നങ്ങൾ. പാലിയത്തച്ഛൻ എന്ന് വെച്ചാൽ കൊച്ചി കേന്ദ്രമാക്കിയായിരുന്നു. ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലായിരുന്നു പാലിയത്തച്ഛൻ്റെ ഇത്. കുറിച്യർ കലാപം എന്ന് വെച്ചാൽ അത് വയനാടായിരുന്നു. തുണ്ടുഭൂമികളൊക്കെ അവരുടെ പിടിച്ചെടുക്കുകയും പരമ്പരാഗത കൃഷി രീതിയൊന്നും അനുവദിച്ചില്ല. നികുതിയായിട്ട് പണത്തിന് പകരം സാധനങ്ങൾക്ക് പകരം പണം അവർ ആവശ്യപ്പെട്ടു. മാപ്പിള റയോട്ട്സ് എന്ന് വെച്ചാൽ മലബാറിലായിരുന്നു. ടാക്സ് ഹൈക്ക് ആൻഡ് എവിക്ഷൻസ്, നികുതി വർധനവും കുടിയൊഴിപ്പിക്കലുമായിരുന്നു അവിടുത്തെ പ്രശ്നം. കേട്ടോ, ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ സോഷ്യൽ റിഫോർമേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. നമ്മുടെ ടെസ്റ്റിൽ തന്നെ മലയാളം മീഡിയയിലും ഇംഗ്ലീഷ് മീഡിയയിലും ഉണ്ട് കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ വൈകുണ്ഠ സ്വാമികൾ. ഹി പെർഫോംഡ് ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ in South India, exposing the irrationality of ideal worship. The Samatwa Samaj is the movement of founded. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. പിന്നെന്താ, വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതായിരുന്നു ആരാ? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ ആണോ? മലയാളം ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റും. അടുത്ത ശ്രീനാരായണ ഗുരു. എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇംഗ്ലീഷ് ആവും നിങ്ങളെ കണ്ടോ. ഇത് ഇത്രയും, അതായത് കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനിയാണ്. പിന്നെ അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടിയ ഒരാളായിരുന്നു. പിന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അത് 1 മാർക്കിന്റെ ചോദ്യം കേട്ടോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുക തന്നെ ചെയ്തു. കേട്ടോ,
ഇത് ശ്രീനാരായണ ഗുരുവിനെ എൻ്റെ മലയാളവും ഇംഗ്ലീഷും ആണ് നിങ്ങൾ കേട്ടോ. നമുക്കിത് മൊത്തം എടുക്കേണ്ടതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കൂടുക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തനവുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു എന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ചട്ടമ്പി സ്വാമി എന്ന് വെച്ചാൽ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകള്. അയ്യങ്കാളി എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ ആളായിരുന്നു. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘമായിരുന്നു. ഈ ഓരോരുത്തരുടെയും പ്രസ്ഥാനം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിന്റെ ഇംഗ്ലീഷ് ആവും നിങ്ങൾ ഇത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോരുത്തരുടെയും പ്രസ്ഥാനങ്ങൾ കേട്ടോ, മൂവ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണേ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ, മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ്. നമ്മൾ തുടക്കത്തിൽ അതൊരു ഡൗട്ട് പറഞ്ഞില്ലേ, മഹാജനസഭ കേട്ടോ. ഓക്കെ ആണോ? അതിന്റെ ഇംഗ്ലീഷാണിത് കേട്ടോ. അടുത്ത അതിന്റെ മലയാളം ഇംഗ്ലീഷ് ഉണ്ടോ നിങ്ങളെ? അടുത്തത് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നായർ സമുദായത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച ആളാണ് കേട്ടോ. അതിന്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ട്. പ്രവർത്തിച്ച ആൾ കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നത് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ഇനി പൊയ്കയിൽ യോഹന്നാനുണ്ട്. അദ്ദേഹം ജാതീയത, അടിമത്വം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് അല്ലെ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്നതാണ് കേട്ടോ. അതിന്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കവിയും നാടകൃത്തുമായ അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചായിരുന്നു. അരയ സമാജം നമ്മുടെ കറുപ്പന്റെയാണ് കേട്ടോ. അരയ സമാജം. VT ഭട്ടതിരിപ്പാട് നമ്മൾ പറയുന്നു നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം യോഗക്ഷേമ സഭ എന്നുള്ളതാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത ആളാരാണ്? വാഗ്ഭടാനന്ദൻ അല്ലെ. അദ്ദേഹം എന്താണ്? യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. കേരളത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീ സാമൂഹ്യ പ്രവർത്തകർ ആരൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി അശാന്തി എന്നിവരാണ് കേട്ടോ. ആശാട്ടി എന്ന് നമ്മൾ വേണേ പറയാം, ആശാത്തി എന്നാ കേട്ടോ. അപ്പൊ അതിന്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അതൊന്ന് വായിച്ചു പഠിക്കണേ കേട്ടോ. ഓക്കെ. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന സമരങ്ങൾ എന്തെല്ലാമാണ്? അപ്പർ ക്ലോത്ത് അജിറ്റേഷൻസ്, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ ആൻഡ് പാലിയം സത്യാഗ്രഹ. ഈ 4 എണ്ണവും എന്താണെന്ന് നിങ്ങൾ ടെസ്റ്റ് നല്ലപോലെ നോക്കി പഠിക്കണം കേട്ടോ. ഈ 4 സത്യാഗ്രഹവും നമ്മുടെ ടെസ്റ്റിൽ നല്ല രീതിയിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് ചുരുക്കി ഒന്ന് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ചുരുക്കി എഴുത്ത് അത്ര സോഷ്യലിനകത്തിൽ ആ കഥ നല്ലപോലെ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ ചുരുക്കി എഴുതുന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ ചാന്നാർ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യം ഒന്നും അങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടല്ലേ, മേൽമുണ്ട് ധരിക്കാൻ അവർക്ക്, താഴ്ന്ന ജാതിക്കാർക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലായിരുന്നു അല്ലെ. അങ്ങനെ അവരെന്ത് ചെയ്തു? ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ അവർ ചെറുതായിട്ട് മേൽമുണ്ടൊക്കെ ധരിക്കാൻ തുടങ്ങി. പക്ഷേ മേൽജാതിക്കാര് ഈ ചാന്നാർ സ്ത്രീകളെ ആക്രമിക്കുകയും മേൽമുണ്ട് വലിച്ചു കീറുകയും ഒക്കെയാണ് പിന്നീട് അവർ ചെയ്തത്. പക്ഷേ കേട്ടോ, ഇത് ചുരുക്കി എഴുതിയൊക്കെയാണ്. ഇംഗ്ലീഷും മലയാളം ഉണ്ട്. മലയാളമേ വായിക്കുന്നുള്ളൂ, കാരണം ഇംഗ്ലീഷ് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ വായിച്ചത് മൊത്തം തീരത്തില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് ഇതിലുണ്ട്. അതുകൊണ്ട് എന്താണ്, ഈ 1859 ജൂലൈ 26 നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ഈ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള നിയന്ത്രണം ഒഴിവാക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവ് നമ്മുടെ ചാന്നാർ സ്ത്രീകൾക്ക് എന്ത് ചെയ്തു? മേൽമുണ്ട് ധരിക്കാനുള്ള നിയന്ത്രണം ഒഴിവാക്കുന്നത് അങ്ങനെ ഒരു കൽപ്പന കൊണ്ടുവന്നു. ഓക്കെ നിങ്ങളെ അത്രേ അതിനകത്ത് എഴുതുള്ളൂ. ഇനി അടുത്ത വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്നൊരു പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നു നിന്ന് ഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 ഒരു സത്യാഗ്രഹം തന്നെ ആരംഭിച്ചു. TK മാധവൻ, KK എളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഇത് നയിച്ചത്. അതൊക്കെയാണ് അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ.
വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥയിലാണ് പിന്നീട് അവസാനിച്ചത്. 1924 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങൾ, 4 വശം ഉണ്ടല്ലോ, അതിൽ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ, കിഴക്ക് വശത്തുള്ള എന്ന് വെച്ചാൽ നമ്മളെ കയറി വരുന്ന ആ ഭാഗത്തുള്ള 2 പാതകൾ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം തുറന്നു കൊടുത്തു. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും വന്ന് കയറാമെന്ന് പറഞ്ഞു. അടുത്തത് വൈക്കം സത്യാഗ്രഹം. അതിന്റെ വൈക്കം സത്യാഗ്രഹം അല്ലേ, അതിന്റെ ഇംഗ്ലീഷ് ആവും നിങ്ങളെ. പീപ്പിൾസ് കൺസിഡർഡ് ആസ് എ ലോവർ കാസ്റ്റ് വെർ നോട്ട് അലൗഡ് ടു വാക്ക് ഓൺ ദ അപ്രോച്ച് റോഡ് ടു ദ വൈക്കം ടെമ്പിൾ. ദ സത്യാഗ്രഹ began on March 13, 1924 as a protest against this discrimination. The movement was led by T.K. Madhavan, K. Kelappan and K.P. Keshav Menon. On November 23, 1925, the Travancore government allowed all Hindus to walk on 3 sides on the temple, except the 2 paths of the eastern gate. കേട്ടോ, അത് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടോ നിങ്ങളെ. അപ്പം ഇത്രയും നോട്ട് ഞാൻ ആദ്യത്തെ എല്ലാ നോട്ടുകളും എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ടങ്ങ് ഒരുപാട് കിടക്കുകയാണ് കേട്ടോ, ഒത്തിരി. അപ്പം ടെസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒരുവിധമുള്ള 1 വേർഡ് ക്വസ്റ്റ്യനുകളെല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളേ ഉള്ളൂ ഞാനൊന്ന് ചുരുക്കിയത്. അപ്പം തന്നെ ഇപ്പം തന്നെ നോക്കി 50 മിനിറ്റോളമായി. ഇത് ഒരു വലിയ ചാപ്റ്റർ ആവും നിങ്ങളെ കേട്ടോ. വലിയ ചാപ്റ്റർ എന്ന് വെച്ചാൽ വലിയ ചാപ്റ്ററാണ്, തീരുന്നില്ല ഇത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചുരുക്കി എഴുതിയേക്കുക. നിങ്ങൾ ഇത് ഒക്കാവുന്നതിനെ ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇത് പഠിക്കുക കേട്ടോ. ആദ്യമേ ഇതങ്ങ് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം ബാക്കി അതിനകത്തിലെ ഒന്നും കൂടി ഒന്ന് വായിച്ചിട്ട് കുറെ കൂടെ ഒക്കെ ആൾക്കാർ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അതുകൂടെ ഒക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.